ഒരു ബ്രേക്കിംഗ് ന്യൂസുമായാണ് സ്പോർട്സ് പിച്ച് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ദുബായിലെ നാടകം അരങ്ങു തകർക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട്. ഇന്നത്തെ സഞ്ജുവിന്റെ ഉജ്ജ്വല സിക്സറുകൾ ഗംഭീറിനുള്ള കരണത്തടികളാണ്. ഫാൻസിന് ഓരോ സിക്സറും സമ്മാനിച്ച സന്തോഷം വളരെ 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 വലുതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായോ? എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് സഞ്ജു ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗംഭീറിൻ്റെ മനസ്സിലൂടെ വീണ്ടും 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 ഓടിക്കൊണ്ടിരുന്നത്? അതിനെക്കുറിച്ചാണ് ചില സത്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിരം വില്ലൻ റോളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് തൻ്റെ വെടിക്കെട്ട് പ്രകടനം കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ്. എന്നാൽ സഞ്ജുവിൻ്റെ ഓരോ ഉജ്ജ്വല ഗംഭീര ഷോട്ടുകൾക്കും പിന്നാലെ ഡഗ്ഔട്ടിലെ ഗൗതം ഗംഭീറിൻ്റെയും കൂട്ടരുടെയും മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കളി കണ്ട ഭൂരിഭാഗം പേർക്കും അറിയാം ഗംഭീർ ഏത് എക്സ്പ്രഷനിലാണ് സഞ്ജുവിൻ്റെ കളി കണ്ടിരുന്നത് എന്ന്. ആരാധകർ കൃത്യമായി ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരാളെ പോലെയാണ് ഗൗതം ഗംഭീർ ആ കളി കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും സഞ്ജു സാംസൺ ഒന്ന് ഔട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരെ പോലെയാണ് ഗൗതം ഗംഭീർ ഇരുന്നത് എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി പൊലിപ്പോടെ പറയാം. കാരണം സഞ്ജുവിൻ്റെ ഓരോ ഷോട്ടുകളും ഒരു കരണത്തടി പോലെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഗൗതം ഗംഭീർ വീക്ഷിക്കുമ്പോൾ ആരാധകർ വിചാരിച്ചിട്ടുണ്ടാകും സഞ്ജു ആർക്ക് വേണ്ടിയാണ് ഈ കളിക്കുന്നത് എന്ന്. ഒരു കോച്ച് ഒരു പ്ലെയർ നന്നായി ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഓരോ സിക്സറും സഞ്ജു പായിക്കുമ്പോൾ വളരെ ദുഃഖിതനെ പോലെ ഗൗതം ഗംഭീർ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയാം, സഞ്ജുവിൻ്റെ ഈ പൊസിഷൻ പോലും ഒരു ഒതുക്കൽ തന്നെയാണ്. ആരാധകരുടെ മുറവിളി വീണ്ടും വീണ്ടും ശക്തമായി സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലിന് മുന്നോടിയായുള്ള അവസാന സൂപ്പർ 4 മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ശ്രീലങ്ക ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചപ്പോൾ ഏഷ്യ കപ്പിലെ തന്നെ ഏറ്റവും വലിയ വിവാദമാണ് ദുബായ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഗിൽ മടങ്ങിയപ്പോൾ സൂര്യകുമാർ യാദവും തുടർന്ന് ഫ്ലോപ്പായി എന്ന് വേണം പറയാൻ. സഞ്ജു ക്രീസിലേക്ക് വന്നപ്പോൾ ഡഗ്ഔട്ടിൽ മൗനമായിരുന്നു കണ്ടത്. യുവതാരങ്ങളായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യക്കായി ഇന്നിങ്സ് തുറന്നത്. എന്നാൽ ഓവർ 15 നിൽക്കെ ശുഭ്മാൻ ഗില്ലും പിന്നാലെ സൂര്യകുമാർ യാദവും അതിവേഗത്തിൽ മടങ്ങിയപ്പോൾ 8.5 ഓവർ ആയപ്പോഴേക്കും ഇന്ത്യയുടെ മുൻനിര തകർന്നു വീണു എന്ന് വേണം പറയാൻ. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ അവിശ്വസനീയ ഫോമിൽ കളിക്കുന്ന ഓപ്പണർ അഭിഷേക് ശർമ്മ തകർത്തുവാരി എന്ന് വേണം പറയാൻ. 61 റൺസാണ് കൂട്ടിച്ചേർത്തത്. അതിനുശേഷമാണ് വിശ്വസ്തനായ സഞ്ജു സാംസൺ ക്രീസിലെത്തിയത്. സഞ്ജു തിലക് വർമ്മയുമായി ഒരു മികച്ച കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഓരോ ഷോട്ടും സഞ്ജു കളിക്കുമ്പോഴും ഗംഭീറിൻ്റെ മുഖം വീർത്ത് വീർത്ത് കറുത്ത് കരിവാളിച്ച പോലെയായി. കാരണം ഒട്ടും താല്പര്യമില്ലാതെയാണ് സഞ്ജുവിൻ്റെ കളി ഗംഭീർ കാണുന്നത് എന്ന് വ്യക്തമായിരുന്നു. ക്രീസിലെത്തിയ ഉടൻ തന്നെ ആക്രമണത്തിൻ്റെ ഒരു വൈഭവമാണ് സഞ്ജു പുറത്തെടുത്തത്. സ്കോർ 150 കടന്നതിന് പിന്നാലെ ദസൂൺ ശനകയെ ലക്ഷ്യമിട്ട് സഞ്ജു തുടർച്ചയായി 2 കൂറ്റൻ സിക്സറുകൾ പറത്തി. ദുബായ് സ്റ്റേഡിയം സഞ്ജുവിന് വേണ്ടി ആർത്തുലസിക്കുമ്പോൾ ഇന്ത്യൻ ടീം ഡഗ്ഔട്ടിലെ കാഴ്ച തീർത്തും വിചിത്രമായിരുന്നു. സഞ്ജു സിക്സറുകൾ പായിക്കുമ്പോഴും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ അടക്കമുള്ള കോച്ചിങ് സ്റ്റാഫിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം വലിയൊരു സ്കോർ സഞ്ജു നേടരുതേ എന്ന ആശങ്കയാണോ അവരുടെ കണ്ണുകളിൽ നിഴലിച്ചത് എന്ന് ആരാധകർ ചോദിച്ചു പോകുന്നു. എന്തിനാണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സഞ്ജു സാംസൺ മികച്ച രീതിയിൽ കളിച്ച ടീമിനെ മികച്ച നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നത്? ഒരു ഒതുക്കൽ തന്ത്രം എന്ന രീതിയിൽ സഞ്ജുവിനെ 5ാമതിടുമ്പോഴും സഞ്ജുവിൻ്റെ 39 റൺസ് എന്ന സ്കോർ ഇവർ പ്രതീക്ഷിച്ചു കാണില്ല. സഞ്ജു പെട്ടെന്ന് ഔട്ടാകും എന്ന രീതിയിൽ ഇവർ ചിന്തിക്കുമ്പോൾ സഞ്ജു അവിടെ ആക്രമണത്തിൻ്റെ ഒരു പുതിയ പരമ്പര തന്നെയാണ് സൃഷ്ടിച്ചത്. 39 റൺസിൽ സഞ്ജു വീഴുമ്പോൾ പോലും ടീമിനെ ഒരു മികച്ച നിലയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സഞ്ജു പടിയിറങ്ങുന്നത് എന്ന് വേണം പറയാൻ. തൻ്റെ ഫോം തെളിയിച്ചുകൊണ്ട് സഞ്ജു മുന്നോട്ട് കുതിക്കുമ്പോഴാണ് ആ നിമിഷം എത്തിയത്.
15.3 ഓവറിൽ സ്കോർ 158 നിൽക്കെ ഷനകയ്ക്കെതിരെ വീണ്ടും സിക്സറിന് ശ്രമിച്ച സഞ്ജുവിനെ ക്യാപ്റ്റൻ ചരിത് അസലങ്ക ക്യാച്ച് പിടിച്ചു പുറത്താക്കുകയായിരുന്നു. വെറും 39 റൺസ് മാത്രമാണ് സഞ്ജു നേടിയതെങ്കിലും ടീമിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു അത്. പക്ഷേ ഈ പരിഗണനയൊന്നും സഞ്ജുവിന് കിട്ടില്ല കേട്ടോ. കാരണം സഞ്ജു 39 റൺസ് അല്ലേ അടിച്ചുള്ളൂ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. ഈ പരീക്ഷണം ഇനി ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു തരത്തിലുള്ള ചിന്തയും അവർക്കില്ല. 5ാം സ്ഥാനത്ത് തന്നെ മാക്സിമം ഒതുക്കി നിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. ചിലപ്പോൾ ഇന്ത്യക്ക് ഇനി ഫൈനൽ കളിക്കുമ്പോൾ സഞ്ജുവിനെ ആവശ്യമില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും ഈ 39 റൺസല്ലേ അടിച്ചുള്ളൂ എന്ന ഒരു വികാരം അവരെ എത്തിച്ചേക്കാം. സഞ്ജു പുറത്തായ ഉടനെ വന്ന ഹാർദിക് പാണ്ഡ്യ വെറും 2 റൺസ് എടുത്ത് പെട്ടെന്ന് പുറത്തായിരുന്നു. അതിനുശേഷം തിലക് വർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് ഇന്ത്യയെ 20 ഓവറിൽ 5 വിക്കറ്റിന് 202 എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചത്. സഞ്ജുവിന്റെ 39 റൺസ് ഒരു നിസാര സ്കോറല്ല. കാരണം തകർന്നു വീണ മുൻനിര ബാറ്റ്സ്മാൻമാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സഞ്ജു ടീമിനെ കരകയറ്റാനാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സഞ്ജു ശ്രമിച്ചു. ടോപ്പ് ഓർഡറിൽ കളിക്കാൻ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടും സഞ്ജുവിനെ തുടർച്ചയായി മധ്യനിരയിൽ പരീക്ഷിക്കുകയും നന്നായി കളിക്കുമ്പോൾ പോലും ഡഗ്ഔട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ഭാവങ്ങൾ നൽകുകയും ചെയ്യുന്നത് സഞ്ജുവിൻ്റെ വലിയ സ്കോർ മറ്റു താരങ്ങളുടെ സ്ഥാനത്തിന് ഭീഷണിയാകുമോ എന്ന ഭയം കൊണ്ടാണെന്നാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പറയുന്നത്. ആരാധകരും ഇത് ഉറച്ച് വിശ്വസിക്കുന്നു. ജസ്പ്രീത് ബുംറയ്ക്കും ശിവൻ ദൂബയ്ക്കും വിശ്രമം നൽകിയിട്ടും സഞ്ജുവിന് ഫൈനലിൽ സ്ഥാനം ലഭിക്കില്ല എന്ന ശക്തമായ ഗോസിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒതുക്കൽ തന്ത്രം സഞ്ജുവിൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കുമോ എന്ന ഭയം മലയാളക്കരയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് അടക്കമുണ്ട്. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിനുള്ള ടീം ലിസ്റ്റിലാണ് ഇനി എല്ലാവരുടെയും കണ്ണ്. ഈ 39 റൺസ് പോരാതെ വരും സഞ്ജു സാംസണ് ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഗൗതം ഗംഭീറിന്റെ മനസ്സിലും എങ്ങനെയെങ്കിലും സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്ലേയിങ് 11 ആയിരിക്കാം എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. കാരണം ഗൗതം ഗംഭീറിന് ആ 39 റൺസിൽ ഒട്ടും തൃപ്തി വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഗൗതം ഗംഭീറിന് സഞ്ജു സാംസണോട് ഇത്രത്തോളം ശത്രുത, ഇത്രത്തോളം വൈരാഗ്യം? എന്തുകൊണ്ടാണ് ഇത്രത്തോളം അണ്ടർ പ്രഷറിൽ സഞ്ജു സാംസൺ കളിക്കേണ്ടി വരുന്നത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ? ഇനി ഉണ്ടായാൽ തന്നെ സഞ്ജു സാംസന്റെ പൊസിഷൻ മെച്ചപ്പെടുമോ? നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.